പ്രിയമുള്ളവരെ, ഞാൻ ഓമനക്കുട്ടൻ. നിങ്ങൾക്ക് എന്നെ അറിയാം. 2019 പ്രളയ കാലഘട്ടത്തിൽ ചേർത്തല സൗത്ത് പഞ്ചായത്തിൽ അമ്പേക്കർ ഗ്രാമത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ 70 രൂപ പണപ്പിരിവ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വിചാരണ ചെയ്ത സഹാവ് ഓമനക്കുട്ടൻ. ചേർത്തല സൗത്ത് പഞ്ചായത്ത് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരണസമിതി ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ എത്തുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാനോ അവിടെ ഒരു ക്യാമ്പ് കെട്ടി നിർമ്മിക്കാനോ ഉണ്ടാകുന്നത്. ഈ ക്യാമ്പ് കെട്ടുന്നത് ഞാനും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അതിനോടനുബന്ധിച്ചുള്ള പാർട്ടി പ്രവർത്തകരുമാണ് ഈ ക്യാമ്പ് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും അവിടെ കെട്ടുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ വർഷം ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ആ ക്യാമ്പിലേക്ക് ചേർത്തലയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയും ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ എൻ്റെ 28 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 100 രൂപ ഓട്ടോറിക്ഷ കൂലി കൊടുക്കണം. ഞാനൊരു അവിടെ നിന്നേച്ചാൽ അമ്മച്ചിമാരോട് എന്നവരോടൊന്നും നടന്നതല്ല, എല്ലാവരോടും 10-20 രൂപ എല്ലാ വർഷവും വാങ്ങിക്കാറുള്ളതാണ്. ഞാനത് വാങ്ങിച്ചുകൊണ്ട് ഈ ഓട്ടോറിക്ഷ കൂലി കൊടുക്കുവാൻ നോക്കിയപ്പോൾ അവിടെ നിന്നൊരു BJP പ്രവർത്തകൻ ഇത് വീഡിയോയിലാക്കി മാധ്യമങ്ങളിലേക്ക് കൊടുക്കുകയും മാധ്യമങ്ങൾ അന്ന് തന്നെ അതിന്റെ പേരിൽ എന്നെ കുറ്റവിചാരണ ചെയ്യുകയുണ്ടായി. മാധ്യമ വിചാരണ നേരിട്ട് ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഞാൻ അന്നന്ന് പണിയെടുത്തുകൊണ്ട് വന്ന് അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്ന ഒരു സാധാരണക്കാരായ ഒരു പാഠശാല. എൻ്റെ 2 പെൺകുഞ്ഞുങ്ങൾ 3 ദിവസത്തേക്ക് ഭക്ഷണം പോലും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ, എൻ്റെ വീട്ടിൽ കഞ്ഞി പോലും വെക്കാതെ ആണ് ഈ മാധ്യമ വിചാരണയുടെ അപമാനം നേരിടേണ്ടി വന്നത്. മാധ്യമങ്ങളാണ് ആവശ്യമില്ലാത്ത വിചാരണ നടത്തി എൻ്റെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയും വീടിന്റെ അന്തരീക്ഷം തന്നെ തകർത്ത് കളയുവാൻ ഈ നുണപ്രചരണങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് സാധിച്ചു. അതിൽ നിന്ന് മോചനം നേടുന്നതിനായി എനിക്ക് പിന്നീട് ഒത്തിരി മാസങ്ങളോളം കുഞ്ഞുങ്ങളുമായിട്ട് ഒത്തിരി തന്നെ അവരുടെ ആ മാനസിക അവസ്ഥ തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഒത്തിരി കാര്യങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ നിന്നുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തിക്കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ക്യാമ്പിൽ താമസിച്ച എല്ലാവരോടും തന്നെ അതിൽ തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ ഒരു വാർത്ത വന്നുകൊണ്ടാണ് ഇങ്ങനൊരു കേസിനും നടപടിക്കുമൊക്കെ പോകേണ്ടി വന്നത്. അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അതിനകത്ത് ഞങ്ങളുടെ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾക്കെല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു എന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ വരെ ആ ക്യാമ്പിലെത്തി പറയുകയുണ്ടായി. ഞാനിത് പറയുന്നത് നമ്മൾ മാധ്യമങ്ങളുടെ നുണ എത്രത്തോളം വളർത്തി വലുതാക്കി എന്നുള്ളത് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി വേണ്ടിയാണ്.